നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ദത്തേട്ടൻ ജോലി ചെയ്യാണോ? എന്ത് ജോലി ചെയ്യാൻ പാടില്ലേ? ഓ, ഇന്നെന്റെ പോലീസുകാരൻ ഭയങ്കര ചൂടിലാണല്ലോ. എന്തു പറ്റി? പക്ഷേ എനിക്കിഷ്ടം ഈ ചൂടാവല. ചൂടാവുമ്പോ എന്റെ ദത്തേട്ട കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യം. എന്താണ് ഇന്ന് പതിവില്ലാതെ പാലൊക്കെ? എന്താ ഉദ്ദേശം? ഉദ്ദേശോ? എന്തുദ്ദേശം? ഞാൻ ദത്തേട്ടനൊന്ന് സ്നേഹിക്കാൻ പോവാ. ഈ നോട്ടീസ് ഒക്കെ അടിച്ച് സ്നേഹിക്കാതെ എന്തുവാ? അസംബ്ലി പാർലമെന്റ് മറ്റാണോ? ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. നന്ദോടോ കുട്ടാ, നന്ദോടോ കുട്ടാന്ന്. അയ്യേ, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാ ദത്തേട്ട, മനസ്സിൽ അടക്കി വെക്കാനുള്ളതല്ല. അത് അനന്തമാണ്, അജ്ഞാതമാണ്, അതേസമയം അരികത്തുള്ളതും അവാച്യവുമാണ്. ഈശ്വര, നീ എന്താടി പുതിയ വട്ടും കൊണ്ടിറങ്ങിയിരിക്കാന്നോ? സ്നേഹം ഒരു ഭ്രാന്താണെന്ന് പണ്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അത് സ്നേഹം നിന്റേത് അഭിനയാണെന്ന് എനിക്കറിയാം. അല്ല, ഇനി എന്നെ കൊല്ലാനോ മറ്റോ ആണോ നിന്റെ ഉദ്ദേശം? അരുത്, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ എന്റെ ദത്തേട്ടനെ കൊല്ലാനോ? ദത്തേട്ടനില്ലാതെ ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടെങ്കിലും ദത്തേട്ടനെന്ന് പറഞ്ഞാ എനിക്കെന്റെ പ്രാണന. ഓ, സമ്മതിച്ചു. അതെ, നേരെ ഒരുപാടായി, എനിക്കൊന്ന് കിടക്കണം. കിടന്നോ, നമുക്ക് ഒരുമിച്ച് കിടക്കാം. പക്ഷേ അതിനു മുൻപ് ഈ പാല് കുടിക്കണം. എന്താടി, ഇതിനകത്ത് വല്ല കൂടോത്രം കലക്കിട്ടുണ്ടോ? അയ്യോ, ദൈവദോഷം പറയുന്ന കേട്ടില്ലേ? ദത്തേട്ടൻ എന്നെ അങ്ങനെയാണോ കരുതി വെച്ചിരിക്കുന്നത്? പറഞ്ഞില്ലേ, എനിക്ക് ചില കയ്യബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. എന്നുവെച്ച് അതിന്റെ അർത്ഥം എനിക്ക് സ്നേഹമില്ലെന്നാണോ? അർത്ഥം അനർത്ഥമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഉള്ള കാര്യം പറയാലോ ആമി, വന്നു എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. ദത്തേട്ടാ, ചൂടുവെള്ളത്തെ ചാടി പൂച്ചേ ഞാൻ. ഇനിയിപ്പോ നീ കൊണ്ടുവന്നിരിക്കുന്ന പച്ചവെള്ളമാണെങ്കിലും ശരി, എനിക്ക് പേടിയാ. ഇത് പച്ചവെള്ളൊന്നും അല്ല, പാലാ. ആയിക്കോട്ടെ, എന്ത് കുന്തായാലും ശരി, എനിക്കിപ്പോ വേണ്ട. നീ ഒറ്റയ്ക്ക് കുടിച്ചാൽ മതി. ശരി, സമ്മതിച്ചു. ഞാൻ ഒറ്റയ്ക്ക് കുടിച്ചോളാം. എന്റെ വിശ്വാസ്യത തെളിയിക്കേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യമായി പോയില്ലേ? ഇപ്പൊ വിശ്വാസമായല്ലോ ഞാൻ ഇതിലൊന്നും കലക്കിയിട്ടില്ലെന്ന്. അല്ല അമ്മീ, ശരിക്കും എന്താ നിന്റെ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ദത്തേട്ടനെ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടാവും. എടീ, നിന്റെ ഈ പെരുമാറ്റം കണ്ട എങ്ങനെ ഞാൻ നിന്നെ സ്നേഹിക്കൂടി? ഇനി ഞാൻ നന്നായിട്ട് പെരുമാറിക്കോളാം. എന്തോ എനിക്കത്ര വിശ്വാസം പോരാ. എനിക്ക് വിശ്വാസമുണ്ട്. എന്ത്? ഈ 12 കൊല്ലം കുഴലിട്ടാലും നായയുടെ പാല് നേരെയാവൂ? ദത്തേട്ടാ, എന്റെ അമ്മി, നീ ഇങ്ങനെ പ്രകടനം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. നീ നന്നായെന്ന് എനിക്ക് കൂടി ഒന്ന് തോന്നണം. അങ്ങനെ തോന്നുമ്പോ പാലും പഴമൊക്കെ ആയിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നോളാം. അതുവരെ നീ എന്നെ ശല്യം ചെയ്യരുത്, പ്ലീസ്. ദത്തേട്ടാ, ഒന്ന് പോടി. ചീറ്റിപ്പോയല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പോ അങ്ങനെയാണ്. വലിച്ചാലും അഴിച്ചാലും തീരാത്ത ഒരു കുരുക്കാണല്ലോ മോളെ നീ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാം മാമ, സംഭവിച്ചു പോയി. എങ്ങനെയെങ്കിലും ഈ ഊരക്കുടിക്കുന്ന എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. മോളെ, സംഗതിയൊക്കെ നമുക്ക് ശരിയാക്കാം. പക്ഷേ എന്താ മാമ? കുഞ്ഞിന്റെ കാര്യത്തിലേ ഞാൻ നേരിട്ട് ഇടപെടത്തില്ല. അറിയാമല്ലോ ഒടയുടെ സ്വഭാവം. വല്ല ഊഹവും കിട്ടിയാ കൊന്നു കളയും എന്നെ. പരശുമാമൻ കള്ളുകുടിയനാണെങ്കിലും കുലദ്രോഹിയല്ല. ആദിയും ആമിയും എനിക്ക് ഒരുപോലെയാ. രണ്ടുപേർക്കും നന്മ വരുന്ന കാര്യമല്ലാതെ വേറെ ഒന്നും മാമൻ ചെയ്യല. പിന്നെ സുജാതയുടെ കാര്യം, ആ കാര്യം ഞാൻ ഏറ്റു. അവളെന്റെ അമ്മാവന്റെ മോളൊന്നും അല്ലല്ലോ. അവളെ കൊടുക്കാൻ
മോളുടെ കൂടെ ഏത് നാറിക കളിക്കും ഈ പരശുമാമൻ ഉണ്ടാകും. മതി, അത് മതി. കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ആ, പക്ഷേ സുജാതയുടെ കാര്യത്തിൽ മാമൻ ഒരു ഭീകര കുതന്ത്രം പറഞ്ഞു തന്നേ പറ്റൂ. കല്യാണം വരെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അവളെ ഒഴിപ്പിക്കാൻ ഒരുമാതിരിപ്പെട്ട കുതന്ത്രങ്ങളൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, മോളെ, പെണ്ണല്ലേ വർഗം. ഒട്ടിയാൽ ഒട്ടുപാല് പോലെ ഒട്ടും, ഒട്ടിയാലോ ചൈനീസ് പടക്കം പോലെ ഒട്ടും. നമുക്ക് സൂര്യകാരുടെ തിരുമേനി വരുത്തിയാലോ? അതെന്തിനാ? ആവാഹിച്ച് കാഞ്ഞിരപ്പലകി തളയ്ക്കാം. തളയ്ക്കാൻ അവളെന്താ രക്തരക്ഷസം? ഒട്ടത്തരം പറയാതെ പോകും. ഇത് ആവാഹനത്തിൽ ഉച്ചാടത്തിനൊന്നും ഒതുങ്ങിയല്ല. പിന്നെ IGO DGPO ഇടപെടണം. അവക്കെ വല്ല കോകർണത്തേക്കും ട്രാൻസ്ഫർ വാങ്ങിച്ചു കൊടുക്കണം. അതിനിപ്പോ അവരൊക്കെ ഇതിന് കൂട്ടു നിൽക്കൂ? ആ, നിന്നില്ലെങ്കിൽ നമ്മൾ നിർത്തണം. മോൾക്ക് ആരുമായിട്ടാ കൂടുതൽ ബന്ധം? IGO DGPO? രണ്ടുപേരെ അറിയാം, പക്ഷേ കൂടുതൽ ബന്ധം ആരുമായിട്ടാ? അത് പറ. അത് ഐജിയോടാ. ആ, ആണല്ലോ. ആ. അപ്പോ മോൾ IGയെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം. അയ്യോ, ഞാനിതൊക്കെ എങ്ങനെ? ആ, എല്ലാം പറയണമെന്നല്ല, ആവശ്യമുള്ളത് മാത്രം. അതെ, എഡിറ്റ് ചെയ്യണം. മോളുടെ മണ്ടത്തരങ്ങളൊന്നും അയാൾ അറിയണ്ട. ആ, ദത്തൻ സാറും സുജാതയും തമ്മിൽ പ്രണയത്തിലാണെന്നും അവരെ അകറ്റണമെന്നും വെച്ചങ്ങ് കാച്ചണം. ആ, വേണമെങ്കിൽ ഒരു ഇത്തിരി കണ്ണീരും സെന്റിമെന്റ്സും ഒക്കെ കൂട്ടത്തിലങ്ങ് ചേർത്തോ. ആ, ആ, ആ. എന്നാലും ഞാനെങ്ങനെ? അയ്യോ, ഇങ്ങനെ മടി പിടിച്ചിരുന്നാലേ അധികം വൈകാതെ ഒരു കൊച്ചിന്റെ കേസ് കൂടെ പറയേണ്ടി വരും. അതേത് കൊച്ച്? ദത്തനും സുജാതയ്ക്കും ഉണ്ടാകാൻ പോകുന്ന കൊച്ച്. ഹൈ, ഇനി ഞെട്ടിട്ട് കാര്യമൊന്നുമില്ല. ആരോടും ആലോചിക്കാതെ മോള് കാണിച്ചതിന്റെയാ. ഇപ്പൊ എന്റെ കുഴപ്പമായോ? മാമൻ ഒറ്റ ഒരാൾ കാരണം എനിക്ക് ദുരന്തം മുഴുവൻ വന്നത്. കള്ളും കുടിച്ച് ബ്ലഡ് മാറ്റി വെച്ചിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയുന്നോ? പോട്ടെ, കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, നമ്മൾ ഒരുമിച്ച് നിന്നാൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാം. IG എങ്കിൽ IG. മോൾ എത്രയും പെട്ടെന്ന് അയാളെ ചെന്ന് കാണാൻ നോക്കാം. അതെ. ഇതമ്മയുടെ വെറും വാക്കല്ല. നീ എനിക്ക് എന്റെ സ്വന്തം മകനെ പോലെയാ. പൂജയ്ക്ക് വേണ്ടി മാത്രമല്ല, നിനക്ക് വേണ്ടി കൂടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്നെ നീ നിരാശപ്പെടുത്തരുത്. അമ്മ, എന്റെ അവസരം ഒന്ന് മനസ്സിലാക്കണം. ഏതായാലും പൂജമോളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം നീ ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ നീ കാണിക്കുന്നതൊന്നും എന്തിന്റെ പേരിലാണെങ്കിലും അംഗീകരിച്ചു തരാൻ എനിക്ക് പറ്റില്ല. അവസാനമായി ഞാൻ നിന്നോട് ചോദിക്കാം മോനെ, ഇനിയെങ്കിലും നിനക്ക് സത്യം തുറന്നു പറഞ്ഞൂടെ?